ഇന്ന് നമ്മൾ യെസ് റൂൾ ആണ് പഠിക്കാൻ പോകുന്നത്. കേട്ടിട്ടുണ്ടാവുമല്ലേ എല്ലാവരും? അപ്പൊ നമ്മൾ ഇന്നലെ വേർബ് എന്താണെന്നൊക്കെ പഠിച്ചു. ട്രാൻസിറ്റീവ് വേർബ് എന്താണ്, ഇൻട്രാൻസിറ്റീവ് വേർബ് എന്താണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ വേർബ് പഠിച്ച സ്ഥിതിക്ക് ഈ യെസ് റൂൾ എന്താണ് നമ്മൾ പഠിച്ചല്ലോ. യെസ് ഫോം ഓഫ് ദ വേർബ് ഇന്നലെ നമ്മൾ പഠിച്ചിരുന്നു, V5 അല്ലെ? അപ്പൊ അത് എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് പഠിക്കാം. നോക്കുക, ഇത് അത്രയ്ക്കധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് യെസ് റൂൾ. ഓക്കെ, അപ്പോ ഈ ഒന്നെങ്കിൽ നമ്മൾ വേർബിന്റെ കൂടെ എസ് ചേർക്കണം, അല്ലെങ്കിൽ എസ് ചേർക്കണം. ഇതാണ് യെസ് റൂൾ എന്ന് പറയുന്നത്. പക്ഷെ അത് എവിടെ ചേർക്കും, എല്ലാ വേർബിന്റെ കൂടെയും ചേർക്കാൻ പറ്റുമോ എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതായത് നമ്മൾ സബ്ജക്റ്റ് പഠിച്ചല്ലോ. നമ്മുടെ സബ്ജക്റ്റ് ഏതൊക്കെയായിരുന്നു? ഐ, യു, വി, ദേ, ഹി, താഴോട്ട് കാണാമോ? ഷീ, ഇറ്റാണ് നമ്മുടെ സബ്ജക്റ്റ്. ഇന്നലെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മേഡം ക്ലാസ് ബോർഡിൽ എടുക്കുന്നത് ചെരിഞ്ഞു പോകുന്നുണ്ട് എന്ന്. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും തോന്നിയ ഒരു കാര്യമായിരിക്കാം അവരെന്നെ വിളിച്ച് പറഞ്ഞത്. അപ്പോൾ ചെരിഞ്ഞു പോകുന്നതായിട്ട് ഞാൻ ഇന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ചെരിഞ്ഞു പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെരിഞ്ഞു പോകാതെ ഞാൻ ഇന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞതാണ്. അപ്പോൾ എൻ്റെ തെറ്റുകൾ നിങ്ങൾ പറഞ്ഞു തരുന്നതിൽ ഒത്തിരി സന്തോഷം. ഞാനിത് ഇന്ന് ശ്രമിക്കാം, ചെരിഞ്ഞു പോകാതെ ശ്രമിക്കാം കേട്ടോ. അപ്പോ എങ്ങനെയാണ് യെസ് റൂൾ ഉപയോഗിക്കേണ്ടത്? യെസ് റൂൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ എഴുതി വെക്കുക. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ, എന്താണ് ഇനി സിംഗുലർ? സിംഗുലർ എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്റ്റ് ഒരാളെ ഉള്ളൂ എങ്കിൽ നമ്മൾ പ്രസന്റ് ടെൻസിൽ എസ് വേർബിന്റെ കൂടെ ചേർക്കണം. അപ്പൊ നമുക്ക് നോക്കാം. നമ്മളിവിടെ ഒരു വേർബ് എടുക്കുകയാണ്. എന്തെടുക്കുക? ടേക്ക് എന്ന് പറയുന്ന ഒരു വേർബ് നമ്മൾ എടുക്കുകയാണ്. ഇത് ഏതാണ്? V1 ആണോ, V2 ആണോ, V3 ആണോ, V5 ആണോ, ഏതാണ് നിങ്ങൾ പറയൂ. നമ്മൾ ഇന്നലെ പഠിച്ചല്ലോ, ഇത് V1 വേർബാണ്. എടുക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം. ബേസ് ഫോം ആണ്. അപ്പോ ഇവിടെ സിംഗുലർ സബ്ജക്റ്റിന് ഏതൊക്കെയാ? ഐ സിംഗുലർ ആണെന്ന് നിങ്ങൾ പറയും അല്ലെ? പക്ഷേ ഐ എസ് റൂളിൽ പെടുന്നതല്ല. ഐ സിംഗുലർ ആണ്, ഒരാള്. ഓക്കെ, ഒരാളാണല്ലോ. അപ്പോ ഐക്ക് ഇവിടെ ഈ എസ് റൂള് ബാധകമല്ല. ഐക്ക് ബാധകമല്ല. പക്ഷേ ഇവിടെ സിംഗുലർ ആയിട്ട് ഇനി ആരൊക്കെയുണ്ട്? ഹീ ഉണ്ട്, ഷീ ഉണ്ട്, ഇറ്റുണ്ട്. ഒരു പേരാണ്, ഒരു സിംഗുലർ നെയിം. ഇപ്പോ രാജു എന്നോ, രാധയെന്നോ, ലതയെന്നോ, ഏഞ്ചൽ എന്നോ, ടോം എന്നോ ഒക്കെയുള്ള ഒരു പേര്. ഇത്രയും സബ്ജക്റ്റുകളാണ് നമുക്കുള്ളതെങ്കിൽ അവിടെ നമ്മൾ എസ് ഫോം, അതായത് V5 ചേർക്കണം. ഐക്ക് എസ് ഫോം വേണ്ട. ഇവിടെ എഴുതി വെക്കട്ടെ ഞാൻ, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. ഐക്ക് എസ് വേണ്ട. ഈ എസ് റൂൾ എവിടെയാണ് വരുന്നത്? സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് വരുന്നത്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ, അല്ലാണ്ട് സിമ്പിൾ പാസ്റ്റിലോ, പാസ്റ്റ് കണ്ടിന്യൂസിലോ, പെർഫെക്റ്റിലോ ഒന്നും എസ് റൂൾ ഇല്ല. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ മാത്രം. അപ്പൊ നമുക്ക് ഇനി സെന്റൻസ് ആക്കി നോക്കാം. ഒരു സെന്റൻസ് ആക്കാണ്. അവർ എടുക്കുന്നു. എങ്ങനെ പറയും? അവർ എന്ന് പറയാൻ എന്താ വേണ്ടത്? ദേ ടേക്ക്. ദേ എന്ന് പറയാൻ ഒന്ന് കൂടുതൽ ആൾക്കാരുണ്ട്, നമുക്ക് യെസ് വേണ്ട. സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ നിയമം എന്താണ്? സബ്ജക്റ്റ് V1 ആണ് നിയമം. അപ്പോ ദേ ടേക്ക്. ഇനി വി ആണെങ്കിലോ? ഞങ്ങൾ എടുക്കുന്നു. വി ആണെങ്കിൽ തന്നെയും എത്ര പേരുണ്ട്? ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്. ഇനി യു ആണെങ്കിലോ? നിങ്ങൾ എന്ന് പറയാൻ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്. യു ടേക്ക്. അപ്പൊ ഐ എന്ന് പറയാനും നമ്മളിപ്പോ ഇവിടെ ടേക്ക് മാത്രം മതി. ഐക്ക് എസ് റൂള് ബാധകമല്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഇത് ഞാൻ എടുക്കുന്നു, നിങ്ങൾ എടുക്കുന്നു, അല്ലെങ്കിൽ എടുക്കാറുണ്ട്. വി ഞങ്ങൾ എടുക്കാറുണ്ട്. ദേ അവർ എടുക്കാറുണ്ട്. ഇനി നമ്മൾ സബ്ജക്റ്റ് സിംഗുലറിലോട്ട് പോവുകയാണ്. ഹി, ഒരാളെ ഉള്ളൂ അല്ലേ? അപ്പൊ നമ്മൾ ഹി ടേക്ക് എന്ന് എഴുതിയാൽ പറ്റത്തില്ല, ഒരാളെ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? എസ് ആഡ് ചെയ്യണം. ഇനി ഷീ, അവൾ എന്ന് പറയണ ഒരാളേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം? ടേക്സ് എസ് ആഡ് ചെയ്യണം. പിന്നെ കൗ,
കൗ എന്ന് പറയുന്നത് എന്താ? ഒരു പശുവിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. കൗസ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു പശു ടേക്സ്, പശു എടുക്കാറുണ്ട് എന്ത്? ഗ്രാസ്. കൗ ടേക്സ്, ഒരു പശുവിന്റെ കാര്യമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ ഇറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിന് പകരം. ഇനി ഞാൻ പറയാണ് ഏഞ്ചൽ, ഒരു സബ്ജക്റ്റ് ആണ്. ഏഞ്ചൽ എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ടേക്സ്. ക്ലിയർ ആയോ? ഹി അവനേ ഉള്ളൂ, ഒറ്റ ഒരാളേ ഉള്ളൂ. ഷീ ഒരാളേ ഉള്ളൂ. കൗ ഒരാളേ ഉള്ളൂ. ഏഞ്ചൽ ഒരാളേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്താണ്? ടേക്സ് എസ് ചേർത്തു, എസ് ചേർത്തു, എസ് ചേർത്തു, എസ് ചേർത്തു. പക്ഷെ ദേ കുറെ പേരുണ്ട്, എസ് വേണ്ട. വി കുറെ പേരുണ്ട്, എസ് വേണ്ട. യു കുറെ പേരുണ്ട്, എസ് വേണ്ട. ഐക്കും എസ് വേണ്ട. അപ്പോ നിങ്ങൾ പറയൂ, യു ടേക്കിന്റെ വി ടു ടുക്കാണ്. യു ടുക്ക്. അവൾ എടുത്തു. പിന്നെന്താണ്? നിങ്ങൾ എടുത്തു. ഇനി അവൾ എടുത്തു എന്ന് പറയാ ഷീ ടുക്സ്. ഇതൊക്കെ എല്ലാവരും വരുത്തുന്ന ഒരു തെറ്റാണ് കേട്ടോ. ഷീ ടുക്സ് എന്ന് പിന്നെ വേണ്ട. കാര്യം എന്താ ഞാൻ പറഞ്ഞത്? ഈ എസ് ഫോം ആരുടെ കൂടെ മാത്രമേ ഉള്ളൂ? V1 is equal to V5. V1 ഈക്വൽ ആണ് V5. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ മാത്രം. നമ്മുടെ മാർക്സിന്റെ ഒരു ഇക്വേഷൻ പോലെ നിങ്ങൾ ഓർക്കുക. V1 ഈക്വൽ ആണ് V5. അല്ലാണ്ട് V2 V5 ഈക്വൽ അല്ല, V4 V5 ഈക്വൽ അല്ല. V1 ഉപയോഗിക്കേണ്ട സമയത്ത് സബ്ജക്റ്റ് സിംഗുലർ ആയിട്ട് വന്നെങ്കിൽ V5 എസ് ഫോം ഉപയോഗിക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. യു ടുക്ക്, ഷീ ടുക്സ് എന്ന് പിന്നെ വേണ്ട. ദേ ടുക്ക്, കൗസ്. ഓക്കെ, ഇന്ന് എന്റെ എഴുത്ത് നേരെ വന്നോ? ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. കൗസ് എന്ന് ഞാൻ ഇനി എഴുതി. പശുക്കൾ ടേക്സ്. ഇത് ശരിയോ തെറ്റോ? കൗസ്, പശുക്കൾ എന്നുണ്ട്. കുറെ പശുക്കളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോ ഇവിടെ എസ് വേണ്ട. കൗസ് ടേക്ക് എന്ന് മാത്രം മതി. ഇനി കൗസ് ടുക്സ് എന്ന് പിന്നെ വേണോ? വേണ്ട. ടുക്ക് എന്ന് പറയുന്നത് V2 ആണ്, നമുക്ക് വേണ്ട. അപ്പൊ ഞാൻ 2 സെന്റൻസ് എഴുതാം. അതിൽ നിങ്ങൾക്ക് മനസ്സിലായോ എന്നും കൂടെ നോക്കാം. ഞാൻ ഇവിടെ എഴുതിയിട്ടിരിക്കുന്ന സെന്റൻസ് നോക്കൂ. ജേക്കബ് റൺ ഫാസ്റ്റ്ലി. ജേക്കബ് റൺസ് ഫാസ്റ്റ്ലി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ജേക്കബ് ഓടുന്നു ഫാസ്റ്റ്ലി. ജേക്കബ് സ്പീഡിൽ ഓടുന്നു എന്നാണ് അർത്ഥം. ഓടുക. അപ്പോ ഇതിൽ ഏത് സെന്റൻസ് ആണ് ശരി? ഇതല്ലേ ശരി? ജേക്കബ് റൺ ഫാസ്റ്റ്ലി. നിങ്ങൾ വിചാരിച്ചല്ലേ? ഇതല്ല. ജേക്കബ് എന്ന് പറയുന്ന ഒരാളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇത് സബ്ജക്റ്റ് ആണ്. V1 ഫോമിലാണ് ഇത് നിൽക്കുന്നത്. നമുക്ക് മനസ്സിലായി. സബ്ജക്റ്റ് V1 ഫോമിൽ വരണമെങ്കിൽ സബ്ജക്റ്റ് സിംഗുലർ ആണ്, ഒരാളേ ഉള്ളൂ, എസ് ചേർക്കണം. ഇതാണ് ശരി, ഇത് തെറ്റ്. ജേക്കബ് റൺ ഫാസ്റ്റ്ലി അല്ല, ജേക്കബ് റൺസ് ഫാസ്റ്റ്ലി. ഇനി ജേക്കബ് റൺസ് ഫാസ്റ്റ്ലി. ഇതേതാണ്? ഇത് ജേക്കബ് എന്ന സബ്ജക്റ്റ് ആണ്. റൺ റാൻ V2 ആണ്. V2 is equal to V5 എന്നല്ലല്ലോ ഞാൻ പറഞ്ഞിരിക്കുന്നത്. V1 ആണ്. V2-ന്റെ കൂടെ അപ്പൊ എന്ത് വേണ്ട? എസ് വേണ്ട. ഇപ്പോഴാണ് ഇത് ശരിയായത്. ജേക്കബ് റാൻ ഫാസ്റ്റ്ലി. ഫാസ്റ്റ്ലി ഓടി, വേഗത്തിൽ ഓടി. ജേക്കബ് റൺസ് ഫാസ്റ്റ്ലി. അപ്പൊ എസ് റൂൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ, ഒരാളാണെങ്കിൽ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ V1-ന്റെ കൂടെ എസ് ഫോം ആഡ് ചെയ്യുക. അപ്പൊ എസ് റോള് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഞാൻ എസ് ഫോം, വേർബിന്റെ എസ് ഫോം പഴയ ഒരു ക്ലാസ്സിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഒന്നും കൂടി ക്ലിയർ ആയിട്ട് കണ്ടാൽ നിങ്ങൾക്ക് ചിരി വരും. ഒരു പഴയ ഒരു വീഡിയോ ആണ്. ഞാൻ അതിന്റെ ലിങ്ക് ഇപ്പൊ ഇവിടെ കൊടുക്കാം. നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.